ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു പച്ചമാങ്ങയും ക്യാരറ്റും കൊണ്ടുള്ളൊരു അച്ചാറാണ് ഉണ്ടാക്കുന്നത്. അതിനാദ്യം നമ്മൾ ക്യാരറ്റും മാങ്കോയും എല്ലാം തിൻ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് നീളത്തിലോ ചെറിയ പീസസോ ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാൻ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ രണ്ടും ഒരുപോലെ കട്ട് ചെയ്ത് വെക്കുക. ഈ അച്ചാറിന് ഒരുപോലെ എരിവും മധുരവും പുളിയും എല്ലാം കൂടെ കൂടിയിട്ടുള്ള ഒരു അച്ചാറാണ്. നല്ല ടേസ്റ്റിയാണ്. മാങ്കോ എല്ലാം നമ്മളിതേപോലെ കുഞ്ഞു പീസസായിട്ട് കട്ട് ചെയ്യുക. ദെൻ വെളുത്തുള്ളിയും കുഞ്ഞു പീസസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഇഞ്ചിയാണ്. ഇഞ്ചിയും കട്ട് ചെയ്തെടുക്കുക. എല്ലാം അത് കഴിയുമ്പോൾ പച്ചമുളകെല്ലാം കട്ട് ചെയ്യുക. ആവശ്യത്തിന് ചുവന്ന മുളക് കട്ട് ചെയ്യുക. പിന്നെ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് ചെറുതായി മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് വെളുത്തുള്ളി അതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വെളുത്തുള്ളി ഇട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഇഞ്ചി ഇടുക. ഇഞ്ചി ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഒന്ന് വന്ന് വരുന്നത് വരെ ഒന്ന് ഇളക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയ പച്ചമുളക് ഇടുക. പച്ചമുളകിന് ശേഷം ചുവന്ന മുളകും ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് കറിവേപ്പില ഇടുക. കറിവേപ്പില ഇട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് മൂപ്പിക്കുക. അതിനുശേഷം കുറച്ച് കുരുമുളക് എല്ലാം ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് കുറച്ച് കായപ്പൊടി ആവശ്യത്തിന് ഇടുക. പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. ഇതിനൊരു മധുരവും പുളിയും ഉള്ളതുകൊണ്ട് അത്യാവശ്യം പഞ്ചസാര ഇടുക. പിന്നെ കുറച്ച് ഉപ്പ്. അടുത്ത വേണ്ട ഇൻഗ്രീഡിയൻറ്റ് വിനാഗിരിയാണ്. നന്നായി വിനാഗിരി ഒഴിച്ച് ആ വെള്ളം നന്നായി തിളപ്പിക്കുക. തിളച്ച് വരുന്ന വിനാഗിരിയിലോട്ട് ക്യാരറ്റ് അരിഞ്ഞ് വെച്ചതെടുത്ത് ഇളക്കുക. കുറച്ച് നേരം വേവിച്ചതിന് ശേഷം ഒത്തിരി വേവ് കൂടിപ്പോകരുത്, ജസ്റ്റ് മുറുക്കം ഉണ്ടാവണം. അതിന് ശേഷം ഒരു പകുതി വേവാകുമ്പോൾ കുറച്ച് മാങ്ങ ഇടുക. ആ മാങ്ങയെ നമ്മളൊന്ന് മൂടി വെച്ച് ഒന്ന് ആവി വരുന്നത് വരെ വേവിക്കുക. അങ്ങനെ കുറച്ച് നേരം മൂടി വെച്ച് വേവിച്ച് വരുമ്പോൾ നമ്മുടെ അച്ചാർ പാകമാവും. നല്ല മണമൊക്കെ വരും. അന്നേരം അത് ഓഫ് ചെയ്യുക. ചൂടാറി കഴിയുമ്പോൾ നമുക്ക് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്യാം.